ഹലോ, നമസ്കാരം. ഞാൻ സിന്ധു വേണുഗോപാൽ. ഇന്ന് കുറച്ച് വ്യത്യാസമായിട്ട് നമുക്കൊരു അമ്പലം പരിചയപ്പെടാം. ഇത് പാലക്കാട് ജില്ലയിലെ മംഗലാംകുന്ന് എന്ന സ്ഥലത്തുള്ള ശ്രീ പരിയാനംപറ്റ ദേവീക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ വള്ളുവനാടൻ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ അമ്പലത്തിന് ചുറ്റുമുള്ള കുറച്ച് പ്രദേശങ്ങളെല്ലാം ആ അമ്പലത്തിന്റെ തട്ടകം എന്ന് പറയും. എന്റെ വീടെല്ലാം ഈ അമ്പലത്തിന്റെ തട്ടകത്തിൽ വരുന്നതാണ്. അപ്പൊ ഞാൻ ഈ അമ്പലത്തിന്റെ വടക്കേ നടയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇവിടുന്ന് ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം നമ്മൾ അമ്പലത്തിലെത്താൻ. പണ്ട് ഈ സ്റ്റെപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സ്റ്റെപ്പ് കയറി ഇറങ്ങാനും ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പൊ സൈഡിൽ സ്ലോപ്പായിട്ട് കൈവരിയൊക്കെ വെച്ചിട്ട് ഒരു വഴി വേറെ ഉണ്ട് കേട്ടോ. ഇത് കൂടാതെ മംഗലാംകുന്ന് ഒറ്റപ്പാലം റോഡിൽ നിന്ന് നമുക്ക് കിഴക്കേ നട വരെ റോഡ് സൗകര്യവും ഉണ്ട്. അപ്പോൾ വണ്ടിയിൽ ചെന്നിറങ്ങിയാൽ ഒരു പടിക്കെട്ട് മാത്രം ഇറങ്ങി നമുക്ക് അമ്പലമുറ്റത്തെത്താം. ഈ അമ്പലം അതിന്റെ പരിസര പ്രദേശങ്ങളും ഒക്കെ നിങ്ങൾ ചില സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും. ദേവാസുരം, ബന്ധുക്കൾ ശത്രുക്കൾ തുടങ്ങിയ സിനിമകളെല്ലാം ഇവിടെ ഷൂട്ട് ചെയ്തതാണ്. ഈ പടിക്കെട്ടുകൾ ഇറങ്ങി വരുമ്പോൾ വലതുവശത്തായിട്ട് സർഗമണ്ഡപം കാണാം. വലതുവശത്ത് തന്നെ കിഴക്കേ നടയോട് ചേർന്ന അന്നദാന ഹാൾ ഉണ്ട്. പിന്നെ താഴേക്ക് ഇറങ്ങുവാണെങ്കിൽ അമ്പലമായി. അമ്പലത്തിന് പുറകില് ഓഫീസ് കെട്ടിടങ്ങളുണ്ട്. ഇടതുവശത്തായിട്ട് അമ്പലക്കുളമുണ്ട്. ഇവിടെ കുറെ വർഷങ്ങളായിട്ട് പൂജ ചെയ്യുന്ന മേൽശാന്തി തിരുമേനിയോട് നമുക്ക് ഈ അമ്പലത്തിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാം. സൗണ്ട് ക്വാളിറ്റിയിൽ ഒരു ചെറിയ പ്രോബ്ലം വന്നിട്ടുണ്ട്. രാവിലെ സരസ്വതി, ഉച്ചയ്ക്ക് ലക്ഷ്മി, വൈകുന്നേരം ദുർഗ. പിന്നെ വിശേഷാൽ എല്ലാ ആൾക്കാരെ വഴിപാടിൻ്റെ പൂമുടുക എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്ക് പൂമുടുക വഴിപാട് നടത്താറുണ്ട്. ഇത് ഉല്ലാസങ്ങൾ പൂജയാണ് മെയിൻ വരുന്നത്. ഇത് മഴക്കാലമായാൽ ചാന്താട്ടം, മിഥുന മുതൽ കന്നിമാസം വരെ ചാന്താട്ടം ആൾക്കാരെ വഴിപാടായിട്ട് നിർത്തി മഴക്കാലത്ത് മാത്രം. അത് ചൂടല്ലേ, ചാന്ത് ചൂടല്ലേ, അപ്പം ഇതിന് ശക്തി വരുത്താനാണ്. ബിംബത്തിന് ദാരുബിംബല്ലേ. ഞാൻ 36 അല്ലേ കിട്ടുന്നുണ്ട്. കുളക്കാടാണ്. ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പരിയാമ്പറ്റമല്ല ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ മൂകാംബിയ പോയി ഭജനായിരുന്നു. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഒരു അരുവിയുടെ തീരത്ത് വന്നിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഭാണ്ഡത്തിന് ഒരു ഇത് കണ്ടു. അദ്ദേഹം അതിനെ ഇവിടെ ഇവിടുത്തെ മെയിൻ ആൾക്കാരെ വിളിച്ച്, നാട്ടിലെ പ്രമാണിമാരെ വിളിച്ച് ഒരു അമ്പലം ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം കൊണ്ടുവന്ന ഭഗവതി കൊണ്ടാണ് പരിയാമ്പറ്റ ഭഗവതി പേര് വന്നത്. ഈക്കാട്ടപ്പണിക്കാരാണ് തന്ത്രിമാർ. 20 വീടിൻ്റെ ഭഗവതിയാണ്. എല്ലാ അമ്പലത്തിലും അങ്ങനെയുണ്ട്. ക്ഷേത്രപാലം പുറത്താവും. ഇവിടെ പ്രത്യേകിച്ച് കാണുന്നതാണ് ക്ഷേത്രാനിക്കലും ക്ഷേത്രപാലനകത്താണ്. ദാരികന്റെ തല കുറിച്ച് വിഗ്രഹത്തിൽ ഉണ്ടാകുന്നില്ല. കാരണം ഉണ്ട്. ഇപ്പൊ ഈ പണ്ടകാലത്ത് ഉണ്ടായിട്ടുണ്ടാവും. ചാന്താടി അതിന്റെ രൂപമൊക്കെ നഷ്ടപ്പെട്ടു. എല്ലാ പണ്ട് ശാന്തി കൊടുത്ത് ഒരിക്കലും അതിന് കുറെ കഴിയുമ്പോൾ അതിന്റെ രൂപം നഷ്ടപ്പെട്ടു. പിന്നെ 4 ഗണപതി പ്രതിഷ്ഠുണ്ട്. 4 പൂജയുണ്ട്. എല്ലാ കഞ്ഞിയില എല്ലാ അയലത്തിലും 4 പൂജയുണ്ട്. ചൊവ്വയും ഞായറും ഭൈരവനാണ്. ആദ്യത്തെ ദിവസം തിരുമേനിയോട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പൂജയ്ക്ക് കയറാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ വന്നാണ് ഞാൻ തിരുമേനിയെ കണ്ട് സംസാരിക്കുന്നത്. ഈ അമ്പലത്തിൽ വന്നിട്ടുള്ളവരെല്ലാം കണ്ടിട്ടുള്ള ഒരാളായിരിക്കും ജയേട്ടൻ. അപ്പൊ ജയേട്ടന്റെ വാക്കുകൾ കൂടെ നമുക്ക് ഈ അമ്പലത്തിനെ കുറിച്ചും ഇവിടുത്തെ പൂരാഘോഷം, വഴിപാടുകൾ, അതിനെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയാം. ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പരിയാനംപറ്റ ക്ഷേത്രം എന്ന് ഉദ്ദേശിക്കുന്നത് പണ്ട് പരിയാനംപറ്റ മനക്കിലെ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഭജന ഇരുന്നുകൊണ്ട് മൂകാംബിക ക്ഷേത്രത്തിൽ ഭജനയ്ക്ക് പോയിരുന്നു. ആ ഭജന ഇരുന്ന് അദ്ദേഹം കാലാകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥനായിട്ടാണ് പോയിരുന്നത്. ആ കാര്യസ്ഥന് അദ്ദേഹം പോയിരുന്ന് ഭജിച്ചു പോരുമ്പോൾ അവസാന കാലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം കൊണ്ട് ഇത് പോക്കുവരവ് കമ്മി. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നിരുന്ന് ഈ നമ്മുടെ ഇപ്പോൾ കാണുന്ന ക്ഷേത്രത്തിൻ്റെ അരികിലൂടെ ഒരു അരുവിയാണ് ഒഴുകിയിരുന്നത്. അതിൻ്റെ അടുത്തിരുന്നിട്ട് ഭാണ്ഡം കഴിച്ചു വെച്ച് അതിൽ ക്ഷീണം തീർത്ത് നോക്കുമ്പോൾ
അത് കഴിയുമ്പോൾ ക്ഷീണം തീർത്ത് നോക്കിയപ്പോൾ ഭാണ്ടെടുത്താൽ പൊന്തുണ്ട്. അപ്പം എന്തോ അതിൽ നോക്കുമ്പോൾ അതിൽ ഒരു വിഗ്രഹത്തിന് തിടമ്പ് കണ്ടു. ആ തിടമ്പ് തപശക്തിയാൽ മൂകാംബികാദേവി തൻ്റെ കൂടെ പോകുന്നു, എനിക്ക് ഉപാസനയായിട്ടിരുന്നു എന്നുള്ളതാണ് ഒരു സങ്കല്പം. ആ കാര്യങ്ങളാണ് നടന്നിരുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. അദ്ദേഹം 14 ദിവസത്തെ അന്ന് ഈ ദേശക്കാരെയൊക്കെ പ്രമാണിമാരെയൊക്കെ വിളിച്ചുണ്ടാക്കിയിട്ട് അന്ന് അവർ കൂട്ടിയിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുകയും ഇങ്ങനെ ഒരു വിഗ്രഹത്തിനെ പ്രതിഷ്ഠിക്കാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തു. അരുവിക്കരയിൽ ഇരുന്നതാണ് പരിയാനംപറ്റ അമ്മ. ഒരു അരുവിയായിരുന്നു ഇരുന്നത്. ബാക്കിയുള്ള ഭാഗം കൊളായിട്ട് മാറ്റിയെന്നാണ് നമ്മൾ കേൾക്കണത്. 1500 വർഷം ഈ ക്ഷേത്രത്തിന് പഴക്കം പറയുന്നത്. ബ്രാഹ്മണരനെയാണ് അന്ന് പൂജിയിരുന്നതെന്നാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഉണ്ടായത് മൂപ്പിൽ പടനായന്മാർ വെട്ടിപ്പിടിക്കുകയും അങ്ങനെ തൃക്കിടിയേരി മൂപ്പിൽ നായരുടെ കീഴിലെ ഈ ക്ഷേത്രം വരും ചെയ്തു. അപ്പോൾ അവരുടെ സങ്കല്പത്തിലായപ്പോൾ ബ്രാഹ്മണർ പണ്ട് പൂജിക്കുമ്പോൾ ദുർഗാ സങ്കല്പത്തിലാണ് പൂജിക്കുന്നത്. ദുർഗയ്ക്ക് മൂകാംബികയിലും ദുർഗയ്ക്ക് തന്നെ പ്രസക്തി. ഓരോ ഭാവങ്ങളിൽ സരസ്വതി, ദുർഗ, ഭദ്രകാളി അങ്ങനെയുള്ള 3 സങ്കല്പം. അത് ഇവിടെ അതേപോലെ തന്നെയാണ്. പക്ഷെ ഭദ്രകാളിക്ക് ഇവരൊരു സങ്കല്പം കൂടി. അങ്ങനെ ഭദ്രകാളി ചടങ്ങായിട്ടും പ്രതിഷ്ഠ. പിന്നെ അവരാണ് നായന്മാരാണ് പൂജിച്ചത്. കുളങ്കര നായന്മാരെ പൂജാരികളാക്കി. ബ്രാഹ്മണ പൂജ പോയല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ഈ അടുത്ത കാലത്താണ് 85, 86, 50, 1980 ശേഷമാണ് നമ്പൂതിരിമാരെ സ്ഥിരം പൂജ. പിന്നെ പരിയാനംപറ്റയിൽ ഇരിക്കുന്ന രൂപം എന്ന് പറഞ്ഞാൽ അമ്മയും മക്കളുമായിട്ടാണ്. ദാരിക നിഗ്രഹം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ശൗര്യം കൂടുതലായിരുന്നു. ആ ശൗര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശിവൻ ഭൂതഗണങ്ങളോട് പറഞ്ഞു ഉണ്ണികളായിട്ട് കിടക്കുന്നു. ആ ഉണ്ണികളായിട്ട് കിടന്നതിൽ ക്ഷേത്രപാലിനി വീരഭദ്രനി ഓരോ മല എടുത്ത് കുളിപ്പിച്ചു എന്നാണ്. ഇപ്പോൾ വലത്തെ മല കുടിച്ചാൽ ക്ഷേത്രപാലനും, ഇടത്തെ മല കുടിച്ചാൽ വീരഭദ്രൻ. അങ്ങനെ ക്ഷേത്രപാലിനി വീരഭദ്രനായിട്ട് 2 പ്രതിഷ്ഠകളും അമ്മയുടെ അടുത്ത് അമ്മയുടെ മക്കളായിട്ട് ശാന്ത സ്വരൂപിണിയായ ഒരു അമ്മ മാതൃസ്ഥാനാണ് കാണിക്കുന്നത്. അപ്പൊ അമ്മ മക്കളെ ഇങ്ങനെ പിടിച്ചും കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഏത് മക്കൾ വന്നാലും അമ്മയ്ക്ക് അന്യരല്ല. ആ സങ്കല്പം കൊണ്ടാണ് അമ്മയുടെ മക്കൾ ഇങ്ങനെ വളർന്ന് ദിവസവും ഒരു ദിവസമെങ്കിലും അമ്മയ്ക്ക് പുതിയതായിട്ടൊരു വ്യക്തി വരാതിരിക്കില്ല. ഞാൻ ആദ്യമായിട്ട് വരാട്ടോ എന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് അവർ പറഞ്ഞിരിക്കും. ഇതേ പോയിട്ടും കൂടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ല, ഇവിടെ എപ്പോഴാ വരാൻ യോഗം എന്ന് പറഞ്ഞാൽ അമ്മയെ കാണാൻ. അത് നമ്മള് അമ്മയുടെ ചൈതന്യം തന്നെയാണ്. അല്ല, പരിയാനംപറ്റ സഹോദരി ബന്ധങ്ങളാണ്. ഈ ഉത്രത്തിക്കാവ് നാലീരിക്കാവ് എന്നുള്ളതാണ് മമ്മയും അമ്മയായിട്ട് കാണുക എന്നാണ് പറയുന്നത്. നാലീരിക്കാവിലമ്മ അമ്മയാണെന്നും ഉത്രത്തിലെ മുത്തിയാണെന്നും സങ്കല്പം. ഇവരൊക്കെ കൂട്ടായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചടങ്ങുകൾ നടത്തുമ്പോൾ ഉണ്ടായിരുന്നതാണ് ഒരു സംഭവം. കുംഭമാസത്തിലെ ആദ്യത്തെ 7 ദിവസം പൂരാഘോഷമായിട്ട് 12 ആറാട്ടോടുകൂടി 1ാമത്തെ ദിവസം വൈകുന്നേരം കൊടിയേറും. കുംഭം 1-ാം തീയതി വൈകുന്നേരം കൊടിയേറിയിട്ട് അതിൻ്റെ എല്ലാ എണ്ണങ്ങളോടും കൂടി ചടങ്ങ് നടത്തും. പിന്നെ 6 ദിവസം ആറാട്ട് നടക്കും. 5ാമത്തെ കൊടിയേറിയിട്ടുള്ള 7ാമത്തെ ദിവസം നമ്മുടെ പൂരം എന്ന് പറഞ്ഞ ചടങ്ങ്. ദേശപ്രവർത്തിയുള്ള ആഘോഷങ്ങളായിട്ട് എല്ലാ രൂപങ്ങളോടും കൂടി ആനപ്പുറത്ത് കയറി വരുന്നു എന്നുള്ളതാണ് സങ്കല്പം. അപ്പൊ അതിവിടെ വന്ന് കാഴ്ചകൾ ഭഗവതിക്ക് സമർപ്പിച്ച് അത് വഴിപാടുകളായിട്ട് ഇണക്കാളകള്, കുതിര, നികുതി പണം പിരിക്കുക എന്നുള്ളതൊക്കെ ഉണ്ട് നാടുവാഴികളുടെ. അപ്പൊ അവർക്കൊക്കെ അധികാരപ്പെട്ട ഇതാണ് കുതിര. രാജകീയ പ്രൗഢിയാണ് കുതിരയ്ക്ക്. അത് കഴിഞ്ഞാൽ കാളകളെ കൃഷി അഗ്രികൾച്ചർ വിഭാഗത്തിന്റെ ഇതാണ് ഈ കാളകളെ കൊണ്ടുവരുന്നത്. അപ്പൊ നായന്മാരുടെ ചടങ്ങാണ് പാന. തറാപൂതൻ പറയരുടെ പറപ്പൂതൻ, പാണരുടെ ആണ്ടിപ്പൂതൻ, മണ്ണാരുടെ തറാപൂതം, തണ്ടാന്മാരുടെ പരിചമുട്ടും കളി. അങ്ങനെ ഓരോ വർഗങ്ങൾക്കും ചെറുമക്കൾക്ക് ചെറുമക്കളി എല്ലാം നടക്കുന്നുണ്ട്. എല്ലാവരുടെയും ഇവിടെ ഈ ആണ്ടിയും പറപ്പൂതൊക്കെ കമ്മിയായിട്ടുണ്ട്. പിന്നിപ്പോ ഈ കളമ്പാട്ടാണ് ഭഗവതിക്കുള്ളത്. അത് പൊടികളെ, വർണ്ണങ്ങളെ കൊണ്ട് 5 തരത്തിലുള്ള പൊടികളെ കൊണ്ട് ഭഗവതിക്ക് രൂപം ഉണ്ടാക്കിയിട്ട് കുറുപ്പന്മാര് അതിന്റെ ചടങ്ങുകളൊക്കെ നടത്തും. അതിന് ബ്രാഹ്മണര് പൂജ ചെയ്ത് ആദ്യം സങ്കല്പ പൂജ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന് ഭഗവതി സങ്കല്പത്തിനെ വിളിച്ചുണർത്തി അവിടെ സങ്കല്പിച്ച് കാണിച്ച് പിന്നെ വെളിച്ചപ്പാടിന്റെ പ്രദർശനം കഴിഞ്ഞാൽ കുറുപ്പ് ആദ്യ കളം പൂജിച്ച് അധിയണം. എന്നിട്ടാണ് ചടങ്ങുകൾ നടക്കുക. അങ്ങനെയാണ് കളമ്പാട്ട്. ഒരു വഴിപാടാണ് കളമ്പാട്ട്. അത് മറ്റേ ധൂപം എന്നാണ് അതിൻ്റെ. നമ്മുടെ പൊടികളെ കൊണ്ടാണ് അതിന്റെ ഭഗവതി സങ്കല്പങ്ങളെ എഴുതാൻ രൂപങ്ങളെക്കാട്ടിലും ഏറ്റവും നല്ല വഴിപാടായിരുന്നു ധൂപങ്ങളെ കൊണ്ടുള്ള പൊടികളെ കൊണ്ടാണ്, പഞ്ചവർണ്ണങ്ങളെ കൊണ്ടാണ് അമ്മയുടെ രൂപം ഉണ്ടാക്കിയത്.
പിന്നെ നായന്മാർ നടത്തിയിരുന്ന ചടങ്ങാണ് പാന. ദേശത്തെ പ്രധാനികൾ അന്ന് അതിനൊരു സംഘം ഉണ്ടാക്കിയിട്ട് പാന, പരിയാനംപറ്റ ക്ഷേത്രത്തിനെ സംബന്ധിച്ചുള്ള പാനയ്ക്ക് നിന്ന് പൂജ എന്നുള്ളൊരു ചടങ്ങുണ്ട്. പൂജാരി നിന്നിട്ട് പൂജിക്കുന്നു. പൂജാ ചടങ്ങുകൾ അങ്ങനെയാണ്. പിന്നെ അതിന്റെ പ്രധാന ചടങ്ങ് ദാരിക നിഗ്രഹം എന്നാണ്. ആ ദാരിക നിഗ്രഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ചോര, അല്ല അതിനിപ്പോ ഈ രൂപം നമുക്ക് ഇപ്പൊ കാണാൻ, ഈ ഇവിടുത്തെ 4 കൈകളോട് കൂടിയാണ് ഭഗവതിയുടെ, ചതുർബാഹുവാണ് പരിയാനംപറ്റ അമ്മ. അതിലൊരു കൈ ദാരികന്റെ തലയാണ്. പക്ഷെ ഇപ്പൊ ഈ കളമ്പാട്ട് വരയ്ക്കുമ്പോഴേ കാണുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ ചാന്താടിയിട്ട് നമ്മുടെ രൂപം അതായി. അപ്പൊ അതിന്റെ രൂപമാണത്. പിന്നെ ഈ ഉണ്ട്, അത് സരസ്വതി സങ്കല്പം. രാവിലെ ഭഗവതിക്ക് സരസ്വതി വിദ്യാസങ്കല്പം കൂടുതലാണ്. ഈ ഭദ്രകാളിയുടെ ചൈതന്യത്തിന് എല്ലാ കലകൾക്കും ഇത് ചെയ്യാനുള്ള അധികാരം പലരെടുത്ത് കാണും. അപ്പൊ എഴുത്തിനിരുത്താൻ പ്രധാനമാണ്. പിന്നെ ദുരിതം കാടാമ്പുഴയിലത്തെ മതിരി മുട്ട അറുത്തിട്ട് നമ്മുടെ ദുരിതങ്ങൾ തീർക്കാനുള്ള ഒരു പ്രത്യേക സ്ഥലമാണ്. പിന്നെ ഭൈരവന് ഗുരുതി കൊടുക്കുക എന്നുള്ള ഒരു ഇതുണ്ട്. നമ്മുടെ 12 കല്ലുകളിൽ നിൽക്കുന്ന ഇതുകളെ സങ്കല്പിച്ച് നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കല്ലോ ഒരു കാലചക്രം. ആ കാലചക്രത്തില് നമുക്ക് വരുന്ന ദുരിതങ്ങളും നമ്മുടെ കുടുംബത്തിലെ അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ ഗുരുതി പൂജ. അത് ഭൈരവനാ, കാലഭൈരവനാണ്. പിന്നെ പൂമൂടല്, പുഷ്പങ്ങളെ കൊണ്ട് അർച്ചനാബിംബത്തിനെ മൂടും. അപ്പൊ എന്താ അതിന്റെ ഉദ്ദേശം? അതന്നെ, പൂമൂടല്. അപ്പൊ അതിന് ആ തന്ത്രി പൂജിച്ച് കലശം എഴുന്നള്ളിച്ചു കൊടുന്ന് അർച്ചനാബിംബത്തില് അവരുടെ സാന്നിധ്യത്തില് ദേവി മഹാത്മ്യം 11 അധ്യായം ചൊല്ലി സമ്പൂർണ്ണമായിട്ട് മൂടുക. അങ്ങനെ അതൊരു വഴിപാട്. പൂമൂടൽ അടുത്ത കാലത്ത് മുതൽ ഉണ്ടായതാണ്. അതും വഴിപാടായിട്ട് ഇഷ്ടം പോലെ വരുന്ന ഒക്കെ ഭക്തർ തന്നെയാണ്. പിന്നെ വേറെ നടക്കുന്നത് ഇതാണ്, ചുറ്റുവിളക്ക്. കാര്യസാധ്യത്തിന് നടത്തുന്ന ദീപങ്ങളെ കൊണ്ട് അലങ്കരിച്ച് അമ്മേനെ പ്രാർത്ഥിക്കുക. അപ്പൊ 2 തരത്തിലുള്ള ചുറ്റുവിളക്കുണ്ട്. നെയ്യോണ്ടും ചുറ്റുവിളക്കുണ്ട്. ഒരു ഭക്തന് ഓടി വന്ന അയ്യോക്ക് ഒരു ചുറ്റുവിളക്ക് വേണമെന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ മതി ചോദിച്ചാൽ മതി എന്ന് പറയുന്നു. ഒരേ സംഖ്യ തന്നെ വരണം. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് അതും ചെയ്യാം. 2 ചുറ്റുവിളക്കായിട്ട് കാണാം. ഈ തൂക്കുവിളക്കും കത്തും മറ്റും കത്തും. ഈ ദീപങ്ങളെ കൊണ്ട് അലങ്കരിച്ച് അമ്മേനെ തൊഴുക എന്നുള്ളതാണ് ഈ ചുറ്റുവിളക്ക്. അതും ഒരു കാര്യസാധ്യമാണ്. പിന്നെ കളമ്പാട്ട് പറഞ്ഞു, ചുറ്റുവിളക്ക് പറഞ്ഞു, ചാന്താട്ടം. അമ്മയുടെ വിഗ്രഹം വരിക്കപ്പിലാവ് കൊണ്ടാണ്. അമ്മയും മക്കളും വരിക്കപ്പിലാവ് കൊണ്ടുള്ള ബിംബമാണ്. അപ്പൊ തേക്കിന്റെ കറ അതിലൊഴിച്ചിട്ടാണ് ഈ ബിംബത്തിന്റെ കേടുപാടുകളൊന്നും നമ്മൾ ഔഷധ സേവ ചെയ്യണ മാതിരിയാണ് ഇത്. ഇപ്പൊ മഴക്കാലം വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ബിംബങ്ങളൊക്കെ പൂപ്പലോ വെറുപ്പോ ഒന്നും വരാതിരിക്കാൻ അമ്മയ്ക്ക് ചെയ്യുന്നതാണ് ഈ തേക്കിന്റെ കറ ഒഴിച്ച് അതിനൊരു മിശ്രിതങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പൊ അത് ഒരു പ്രത്യേക ടീമാണ് ഉണ്ടാക്കിക്കൊണ്ട്. അപ്പൊ ആ ചാന്താട്ടം ഒരു വഴിപാട്. നമ്മുടെ കുടുംബത്തിലെ കെട്ടുറപ്പ്, രോഗദുരിതം, ഐശ്വര്യം, അതിന് വേണ്ടിയിട്ട് ആ ചാന്താട്ടം എന്നുള്ള വഴിപാട് അതൊരു ടീം കൊണ്ടുവന്ന് അത് ചെയ്യും. പിന്നെ ഇപ്പൊ അമ്മയ്ക്ക് ഉദയാസ്തമന പൂജ ദേവകൾക്ക് നടക്കണ്ടേ. അത് ഒരു ഭക്തന് കഴിയാവുന്ന ഏറ്റവും വലിയ വഴിപാടാണ് ഉദയാസ്തമന പൂജ. അത് ക്ഷേത്രം തന്ത്രി അതെ തലേ ദിവസം തുടങ്ങാന്നുള്ളത്. ഇപ്പൊ ഇവിടെ അതിന്റെ കണക്കുകളൊന്നും വേണ്ട. ഇവിടെ ചെറിയ തരത്തിലുള്ളതല്ലേ ഉള്ളൂ അളവൊക്കെ. അവിടെ വലിയ അളവുള്ള കാര്യമാണ്. അത്ര സാധനങ്ങളെ കൊണ്ടെന്നുള്ളത്. ഇവിടെയൊക്കെ ആ ചടങ്ങുകൾ നടത്തുക. അതിനിപ്പോ ഇതൊക്കെ ഓരോ അവകാശികൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഇവിടെ ഉള്ള എണ്ണ, ആ ഗുരുവായൂരത്തെ എണ്ണങ്ങളൊക്കെ മണ്ണുണ്ടാവില്ല. ഇത് തന്ത്രി വന്ന് ഉച്ചപൂജ കഴിക്കുക. 18, 21 പൂജകളാണ് ആകെ. അതിൽ രാവിലെ മേൽശാന്തി ഉഷപൂജ കഴിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷേത്രം മേൽശാന്തി തന്ത്രിയുടെ പരികർമ്മ്യം നിന്നിട്ട് അടുത്ത പൂജകളൊക്കെ കഴിക്കും. പിന്നെ ഉച്ചപൂജ കഴിക്കാൻ തന്ത്രിയാണ്. അത് കഴിഞ്ഞാൽ ശ്രീഭൂതബലി പരിവാരങ്ങൾക്കൊക്കെ പൂജ കൊടുക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങ്. അത് പൂജ കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്താഴപൂജ, പിന്നെ മേൽശാന്തി, ദീപാരാധന, അത്താഴപൂജയ്ക്ക് മേൽശാന്തി. എന്റെ കയ്യിലിരിക്കുന്നത് രക്തപുഷ്പാഞ്ജലി വഴിപാടാണ്. ഇത് എല്ലാ ദേവീക്ഷേത്രങ്ങളിലും എന്നതുപോലെ തന്നെ കുങ്കുമം, ചന്ദനം, പൂവും എല്ലാം അടങ്ങിയതാണ് ഇതിന്റെ പ്രസാദം. ഒരു അമ്പലം ഏറ്റവും സുന്ദരിയായി കാണുന്നത് സന്ധ്യാസമയത്ത് ഇങ്ങനെ ചുറ്റുവിളക്കുകളെല്ലാം കൊളുത്തി നിൽക്കുമ്പോഴാണല്ലേ. ആ സമയത്ത് അമ്പലത്തിൽ വന്ന് തൊഴുകുന്നത് ഒരു വല്ലാത്ത സമാധാനവും ഐശ്വര്യവും ഒക്കെയാണ്. സ്വന്തം അമ്മയുടെ അടുത്ത് വരുന്ന അതേ മനസ്സോടുകൂടിയാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാം ഇവിടെ വരാറ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അമ്പലത്തിൽ വന്ന് തൊഴണം, വഴിപാടുകൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കാം. നിങ്ങൾ വരുന്ന ദിവസത്തേക്ക് വഴിപാട് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. മലയാളം മാസത്തിലെ ആദ്യത്തെ ചൊവ്വയും വെള്ളിയും, അതായത് 30 ചൊവ്വ വെള്ളി ദിവസങ്ങൾ ഇവിടെ വളരെ വിശേഷപ്പെട്ടതാണ്. കാണുന്നത് കുറച്ച് പ്രധാന വഴിപാടുകളുടെ ലിസ്റ്റാണ്. അതിന് താഴെയായിട്ട് ഓൺലൈൻ ബുക്കിംഗ് സൈറ്റ് ഉണ്ട്. www.shripariyanambattadevasamam.com ആണ്. അതിന്റെ കൂടെ തന്നെ 2 ഫോൺ നമ്പറുകൾ, ഒരു മൊബൈൽ നമ്പറും ഒരു ലാൻഡ് ലൈൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആർക്കെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ എനിക്കും സന്തോഷം.